ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോ ഇത്രയും നേരം ചർച്ച ചെയ്തു പല കാര്യങ്ങളും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ലെങ്കിൽ ഏറെക്കുറെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഈ ഒരു തലത്തിൽ ഇപ്പം നാളെ നമ്മൾ മറുഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ചർച്ചയിലുണ്ട്, ഇതേ പ്ലാറ്റ്ഫോമിലുണ്ട്, മറുഭാഗത്തു നിന്നുള്ള ആളുകൾ ചർച്ചയിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രായോഗികമായിട്ട് ഇത് എങ്ങനെ ചില, കാരണം നിങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നതല്ല അത്രമാത്രം ഓപ്പറേഷനുള്ള, അത് പ്രത്യേകിച്ച് പിന്നെ കാത്തലിക് ക്നാനായ കമ്മ്യൂണിറ്റിയും സിമിലർ ത്രെറ്റിലൂടെയാണ് പോകുന്നത്. കത്തോലിക്ക സഭയ്ക്കകത്ത് ആ കമ്മ്യൂണിറ്റി ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്നാനായ കത്തോലിക്കയിൽ ഒരുപാട് ആളുകളെ എനിക്കറിയാം, അവർ വളരെ ഹോപ്പോടെ നിങ്ങളെയാണ് നോക്കുന്നത്. കാരണം ക്നാനായ കമ്മ്യൂണിറ്റിയെ അതിന്റെ ഒരു സത്വബോധത്തിൽ നിലനിർത്തുവാൻ കത്തോലിക്ക സഭയ്ക്കകത്ത് അവർക്ക് ഇനി അധികകാലം നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ അവിടെ ഒരു ശിഥിലീകരണത്തിന്റെ വക്കിൽ വന്ന് നിൽക്കുമ്പം നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലേക്ക് അവർ ഹോപ്പ് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അവിടെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ ആകമാന കാതോലിക് ക്നാനായ കമ്മ്യൂണിറ്റി തന്നെ ഒരു ശിഥിലീകരണത്തിന്റെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അതിനെ എന്ത് ചെയ്യാണ്, സ്പീഡ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ത്വരകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണേ, കാറ്റലിസ്റ്റ് ഫാക്ടറാണ് നിങ്ങളുടെ ഈ വഴക്ക്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കിപ്പോ എന്ത് സന്ദേശം, ഇപ്പൊ നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ ഇതൊന്നും ഒരു മാതൃകയല്ല, അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ ഈഗോയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ ആക്റ്റീവ് ഈ വഴക്കിൽ ഇടപെടുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വാർദ്ധക്യത്തോട് അടുത്ത ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ്, ഫ്യൂച്ചർ എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രായോഗിക നിർദ്ദേശമായിട്ട് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്കും നിങ്ങളെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ക്നാനായ കമ്മ്യൂണിറ്റിയോട് ഒരു താല്പര്യമുണ്ട്, നിങ്ങളെ പ്രത്യേക സ്നേഹത്തോടെയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ എന്താണ് പ്രായോഗിക നിർദ്ദേശം? നിങ്ങൾക്ക് എന്താണ് ഒരു ഈ ഞങ്ങളുടെ സമുദായത്തിലെ വിഷയം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞങ്ങ് പരത്തുന്നുള്ളൂ. 95% ആൾക്കാരും ഒറ്റ കെട്ടായിട്ട് നിൽക്കുക. ഇത് പണ്ട് ഞങ്ങളുടെ ഞാനൊരു കാര്യം പറയാം, ഈ മുസ്ലിങ്ങള് തീവ്രവാദികളല്ല, 95% സമാധാനകാംക്ഷികളാന്ന് പറയുന്നതല്ലേ. പക്ഷെ എന്നും ബോംബ് പൊട്ടുന്നുമുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാം, ഞങ്ങള് പ്രശ്നങ്ങളാ കാണുന്നത്. അത് ഞാൻ പറയാമല്ലോ, അത് പറഞ്ഞു വരിക. ഞങ്ങളുടെ അവിടെ ഈ തമ്പിപ്പാസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്, അറിയാതിരിക്കുമല്ലോ. അറിയാം. ക്നാനായക്കാരനായിരുന്നു, ക്നാനായ സമുദായത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. എന്തെങ്കിലും പേര് പള്ളിക്കാരനായിരുന്നു അദ്ദേഹം. ആ ചിങ്ങവനത്തന്നെ ഒരു സഭ തുടങ്ങി. കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ അന്നത്തെ കാലത്ത് പോയി. ആ 70 കാലങ്ങളിലെ ഞങ്ങളുടെ ഈ പറയുന്ന സിറിയൻ ക്നാനായ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാര് ക്നാനായ കത്തോലിക്കരായിട്ട് മാറി. ഞങ്ങളുടെ ഇവിടെ എല്ലാം ഈ തെക്കോട്ടുള്ള പള്ളികളിലെല്ലാം ക്നാനായ കാതോലിക്സിന്റെയും ഞങ്ങളുടെ പള്ളിയുടെ കീഴിൽ ഒരു പള്ളിയുണ്ട്. എല്ലാം കുറെ പള്ളികളുണ്ട്. എനിക്ക് 10-20 പള്ളികളുണ്ട്, ചിങ്ങാനത്തും എല്ലാം ഉണ്ട്. അപ്പൊ അന്നും ഇതുപോലെ കുറച്ച് മാറി. പക്ഷെ അവര് എൻഡോഗമി വിട്ടുപോയില്ല, ക്നാനായ കാതോലിക്സിലാ പോയത്. തമ്പിപ്പാസ്റ്ററെ പോയപ്പം അത് ഇതിനകത്തുനിന്ന് വിട്ടുപോയി. അതുപോലെ തന്നെ ഇങ്ങനെ പല ക്നാനായ പെന്തിക്കോസിൽ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ വരുമ്പോ ഇങ്ങനെ 5% ഒക്കെ പോകുന്ന ഒരു ബഹളമൊക്കെ ആയിട്ട് പോകുന്നു. ഈ റാന്നിയില് തുണ്ടത്തിൽക്കാരുടെ ഒരു സഭയിൽ കുറെ. അതെ, അങ്ങനെ അത് കാലഘട്ടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ കുറെ പോകും. എന്നാലും ക്നാനായ സമുദായം എന്നും നിലനിൽക്കും. അവരെൻഡോഗമിയും കാത്തു സൂക്ഷിച്ച് അതിന് പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാലഘട്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അവര് അത് ഒത്തുപോകണം എന്ന രീതിയിൽ അവരെ സമുദായമായിട്ട് ചേർന്ന് ഞങ്ങൾക്കൊന്നേ ലാസ്റ്റ് പറയാനുള്ളൂ, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇവിടുത്തെ വിഷയം തീരും. ഈ ഭരണഘടന വെച്ചുകൊണ്ട്